ഗുഡ് മോർണിംഗ് ഒരു പ്രേസ് കാർഡിന്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അടിമകളായിരിക്കുന്നതിന് വേണ്ടിയല്ല. ദൈവം നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ: ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് സബ്ഡ്യൂ ദ എർത്ത്. സന്താന പുഷ്ടിയുള്ളവരായിട്ട്, അല്ലെ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഈ ലോകത്തുള്ള സകലതിനും ഭരിക്കുന്ന വ്യക്തികളായിരിക്കുക, അല്ലെ, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദൈവത്തിനെ പോലെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഇമേജിലും ലൈക്നെസ്സിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ആ ദൈവം നമ്മളെ സൃഷ്ടിച്ച സമയത്ത് നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടായിരുന്നില്ല. പക്ഷെ പാപത്തിലായി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്താണ് നമ്മളെ പറ്റി വിചാരിച്ചത്, ദൈവത്തിന്റെ ഹിതം എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നടന്നത്, അല്ലെ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയില് നമ്മൾക്ക് വേണ്ടി പഴയ ഗ്ലോറി വീണ്ടെടുത്ത് തന്നെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാര് പിന്നെയും ഇന്നും എന്താ പറയാ, ആ സ്ലേവറി, അല്ലെ, ആ ഒരു അടിമത്തത്തിന്റെ അടിയിൽ തന്നെയാണ്. പാപം കൊണ്ടുവന്ന ഒരു അടിമത്തം, അല്ലെ, പാപത്തിന്റെ അടിമകളായി തീർന്നു മനുഷ്യവർഗം. പാപം ചെയ്തപ്പോൾ അതിന്റെ അടിമകളായി തീർന്നു. അപ്പൊ നമുക്കറിയാം, പാപത്തിന്റെ കൂലി എന്ന് പറഞ്ഞാൽ മരണമാണ്, അല്ലെ. അപ്പൊ പാപത്തിനും മരണത്തിനും അടിമകളായി തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ. അപ്പൊ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്ന വ്യക്തികളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജഡത്തിൽ പിന്നെയും നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കരുത്, അല്ലെ. ആ എന്താ പറയാ, പാപം കൊണ്ടുവരുന്ന അടിമത്തത്തിലേക്ക് നിങ്ങൾ പിന്നെയും പോകാൻ ശ്രമിക്കരുത്, അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ആ ആടത്തിന്റെ റേസിൽ നിന്ന് വരുന്ന ആ ഒരു പാപത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ശക്തി പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ. അപ്പൊ പാപത്തെ നശിപ്പിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ റൈച്ചസ്നെസ് ആണ്. ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന റൈച്ചസ്നെസ് ആണ്. അപ്പൊ അതിന്റെ അടിമയായിരിക്കുക നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അടിമകളായിരിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവ് സമയത്തായിട്ട് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു. അങ്ങനെ പോലും ദൈവമില്ല. ഒരു കാലത്ത് പാപത്തിന്റെ അടിമകളായിരുന്ന ഞങ്ങളെ ഇന്ന് റൈച്ചസ്നെസിന്റെ, ഇന്ന് പിതാവെ അങ്ങയുടെ അടിമയാക്കി വെച്ചിരിക്കുന്ന നന്ദി പറഞ്ഞു കർത്താവ്. അങ്ങയുടെ അടിമയാകുക എന്ന് പറഞ്ഞാൽ കർത്താവെ, അത് ഫ്രീഡമാണ് ഞങ്ങൾക്ക് കർത്താവ്. അത് അടിമത്വമല്ല കർത്താവെ, പകരം ഞങ്ങൾക്കത് ഫ്രീഡമാണ്. ഞങ്ങളെ അങ്ങയുടെ പുത്രൻ ഫ്രീ ആക്കുമ്പോൾ ഞങ്ങൾ എല്ലാത്തിലും ഫ്രീ ആക്കട്ടെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിന് ആമേൻ. അപ്പൊ നമുക്കറിയാം, മിക്കവാറും ആളുകൾ, അല്ലെ, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളും കൂടെ സഹിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിലായി പോകുന്ന ഒരു അവസ്ഥ, അല്ലെ, അതിലായി പോകുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടമാനം പാപത്തിലായി അങ്ങോട്ട് പാപത്തിൻ്റെതായിട്ടുള്ള ജീവിതം നയിച്ചു പോകുന്നു. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവര് വിശ്വാസികളല്ല, അല്ലെ, വിശ്വാസത്തിലുള്ള വ്യക്തികൾ. പക്ഷെ പാപം, അപ്പൊ അങ്ങനെയാണല്ലോ ഒന്നാമത്തെ യോഹന്നാനില്, അല്ലെ, യോഹന്നാൻ എഴുതിയ എപ്പസലിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: നമ്മൾ പാപത്തിൻ്റെതായിട്ടുള്ള ജീവിത ശൈലി നമ്മൾ നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ വെളിച്ചവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവുമായിട്ട് പിന്നെ നമുക്കൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ വാദിക്കുന്നത് തന്നെ തെറ്റാണ്, അല്ലെ. പാപത്തിലായിപ്പോന്ന് വെച്ചാല് അങ്ങനെ ഒരു ജീവിതശൈലി നയിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അല്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ പാപത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ നാക്കുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെ. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ ആയിരിക്കുമല്ലോ മിക്കവാറും തന്നെ ആൾക്കാർ. അപ്പൊ അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. അപ്പൊ റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 7-8 ചാപ്റ്റർ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 7ാമത്തെ ചാപ്റ്ററിന്റെ 5 തൊട്ട് ഇങ്ങോട്ട് വായിക്കും ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വാക്കുകളും വായിക്കാൻ സമയം ഉണ്ടാവില്ല. ഞാൻ റോമന്റെ 7ന്റെ കുറച്ച് കാര്യങ്ങളും വായിക്കുന്നു, പിന്നെ 8ന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകളും വായിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 5 തൊട്ട്: നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിനു ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ. ന്യായപ്രമാണം എന്നുള്ള ദൈവത്തിൽ നിന്നുള്ളതാണ്. അതിൽ നിന്ന് എങ്ങനെയാണ്, ന്യായപ്രമാണത്തിൽ നിന്ന് എങ്ങനെയാണ് പാപരാഗങ്ങൾ ഉണ്ടാകുന്നത്? അപ്പൊ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഒരു വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ന്യായപ്രമാണം ഇല്ലായിരുന്ന സമയത്ത് പാപം മരിച്ചതായിരുന്നു. എന്ന് വെച്ചാൽ പാപം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ പാപം ഇല്ല എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് വിചാരിച്ചു നോക്കുക,
നമ്മുടെ നാട്ടിൽ ഒരു ലോ അല്ലെ, ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തെ ലംഘിക്കുമ്പോഴാണ് നിയമലംഘനമാകുന്നത്. പാപം എന്ന് പറയുന്നത് നിയമലംഘനമാണ് അല്ലെ, ദൈവത്തിന്റെ നിയമം ലംഘിക്കുക എന്നുള്ളത്. അപ്പൊ നാം അഞ്ചാമത്തെ വാക്കോട്ട് വായിക്കുവാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്ക വണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അത് മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന് കാര്യം ന്യായപ്രമാണം ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യത്തിന് എങ്ങനെയാണ് നമ്മൾ പാപത്തിലേക്ക് കൊണ്ടുവിടാനും അതുകൊണ്ട് ആ പാപം കാരണം മരണത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാനും സാധിക്കുന്നത് എങ്ങനെയാണ് അല്ലെ? അപ്പൊ അവിടെ ഒന്ന് അർത്ഥം മനസ്സിലാക്കുക. ഇങ്ങനെ പറഞ്ഞിരിക്കുക ന്യായപ്രമാണത്താൽ ഉളവായത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ന്യായപ്രമാണം പാപത്തെ ഉണ്ടാക്കുന്നു എന്നല്ല. ന്യായപ്രമാണം എന്നുള്ളത് ലോ അല്ലെ, ദൈവം കൊടുത്തിരിക്കുന്ന ലോ ആണ് ന്യായപ്രമാണം എന്നുള്ളത്. അതുകൊണ്ട് ന്യായപ്രമാണം എന്നുള്ളത് ദൈവം കൊടുത്തിരിക്കുന്ന ലോ ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ലോ ഉള്ളപ്പം അല്ലെങ്കിൽ ഒന്ന് വിചാരിച്ചു നോക്കൂ, നമ്മളോട് ഇപ്പൊ പറയാം ഒരു പാർക്കിംഗ്, നമ്മുടെ കാർ അല്ലെങ്കിൽ നമ്മുടെ സ്കൂട്ടറൊക്കെ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്ന നോ പാർക്കിംഗ് ഏരിയ ഉണ്ടാവില്ല. നോ പാർക്കിംഗ് ഏരിയ എന്ന് അവിടെ ഗവൺമെന്റ് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവിടെ അത് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു തെറ്റായിട്ട് വരികയും നമ്മൾ ഒരു ലോ ബ്രേക്കിംഗ് ആയി വരികയും നമ്മൾ പിന്നെ അതിന് ഫൈൻ അടയ്ക്കുകയും പോലീസുകാർ വന്ന് നമ്മുടെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരങ്ങോട്ട് നോ പാർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫ്രണ്ടിലായിരിക്കും നോ പാർക്കിംഗ് ഏരിയ അവർ വിടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ആ നോ പാർക്കിംഗ് എന്നുള്ള ആ ഒരു ബോർഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം കൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് കൊണ്ട് പാർക്ക് ചെയ്യുകയും ചെയ്യും. ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർക്ക് പോകാനും പറ്റത്തില്ല, അവർക്ക് ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഗവൺമെന്റ് പറയുന്നത് അത് പറ്റത്തില്ല, ആ ഒരു ലോ അവിടെ അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ല, ഇങ്ങനെ നിങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനെതിരായിട്ട് ആരെങ്കിലും ചെയ്യുമ്പോഴാണ് അത് ഒരു കുറ്റമാകുന്നത്. പിന്നെ അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു ലോ അവിടെ ഉള്ളത് കൊണ്ടാണ് അതൊരു അവിടെ പാർക്ക് ചെയ്യുന്നത് തെറ്റായിട്ട് വരുന്നത്. ആ ലോ അവിടെ ഇല്ലെങ്കിലും അതൊരു തെറ്റാണ്, എല്ലാവരും അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും അല്ലെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. ദൈവം ന്യായപ്രമാണം കൊടുത്തത് ദൈവത്തിന് ന്യായപ്രമാണം എന്നുള്ള സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, ദൈവത്തിന് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ആ ദൈവത്തിന് എന്താണ് മനുഷ്യർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതാണ് ദൈവം ന്യായപ്രമാണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയമാണ് അല്ലെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെതിരായിട്ട് എന്താ പറയുക, ന്യായപ്രമാണം ജഡത്തിലുള്ള വ്യക്തികളുടെ ഇടയിലേക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോ എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജഡം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രമാണം, ദൈവം പറയുന്നതിന് എതിരായിട്ട് നിൽക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നത് അല്ലെ. ഒന്ന് വിചാരിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യം, അനുസരണമുള്ള കുഞ്ഞുങ്ങളെ പറ്റിയല്ല പറയുന്നത്, മിക്കവാറും തന്നെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അത് അച്ഛനും അമ്മേനെ കണ്ണു മാറി തെറ്റിക്കഴിയുമ്പോഴേക്ക് അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലെ. അത് അവരുടെ ആ ജഡത്തിൻ്റെതായിട്ടുള്ള അവരുടെ ആ ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞു വലിയ ദൈവം ന്യായപ്രമാണം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിനോട് നമ്മൾ ചെയ്തതെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പൊ അങ്ങനെയാണ് ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ന്യായപ്രമാണം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ അത് ലംഘിക്കാൻ തുടങ്ങി അല്ലെ. ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് പാപമായിട്ട് തന്നെ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു അല്ലെ. ഇത് പാപമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആവശ്യമുള്ളത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നു. അത് തന്നെയാണല്ലോ നടന്ന നോവേന്റെ കാലത്തിലെ അവർ തോന്നുന്നത് ഇതും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതേ സമയത്ത് നോവേന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അല്ലെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ചുരുക്കം ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതി വെച്ചിരുന്നത്. അപ്പൊ നോവയ്ക്ക് എങ്ങനെയാണ് നേരെ ചൊവ്വെ ജീവിക്കാൻ പറ്റുക, മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് നേരെ ചൊവ്വെ ജീവിക്കാൻ പറ്റുന്നത്? ആ സമയത്ത് നോവന് മാത്രമേ ദൈവത്തിന് കാണാൻ പറ്റുള്ളൂ അല്ലെ. നേരെ ചൊവ്വെ ജീവിക്കുന്ന വ്യക്തി എന്ന് വിചാരിച്ചു നോക്കിയ 6ാമത്തെ വാക്ക് പോലെ ഇപ്പോഴും നമ്മൾ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തല്ല ആത്മാവിന്റെ പുതുക്കത്തെ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്തിൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മോഹിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരെ ഭാര്യനെ മോഹിക്കാൻ പോരെന്നും ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നു. എല്ലാവരും മറ്റുള്ളവരുടെ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, വ്യഭിചാരം നമ്മുടെ സമൂഹത്തിലെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിരുന്നു.
അല്ലെ എന്ന് പറഞ്ഞിരിക്കുക. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. അല്ലെ പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകല മോഹത്തെയും ജനിപ്പിച്ചു. പാപം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ കൽപ്പനയെ എന്താ പറയുന്നത്, അതിനെ ലംഘിക്കുക എന്നുള്ളതാണ് പാപത്തിന്റെ സ്വഭാവം. അല്ലെ ദൈവത്തിന്റെ നമുക്കറിയാം, പിശാചിനുള്ളിൽ പാപം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് നിന്നോട് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത്. മനുഷ്യരെയും കൂടെ അതേപോലെ തന്നെ പാപത്തിലാക്കി വെക്കുന്നതിന് വേണ്ടിയാണ് അവൻ എന്താ പറയുക ഗാർഡൻ ഓഫ് ഈഡനിൽ വന്ന് ഹവായിനെ അല്ലെ ഈവിനെ എന്താ പറയുക പ്രലോഭിപ്പിച്ച് പിന്നെ നമ്മളെല്ലാവരും പാപത്തിലായി പോയത്. പിന്നെ ഇങ്ങനെ പറയുക, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണം ഉള്ളപ്പോഴാണ് നമ്മള് സ്റ്റാൻഡേർഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അതിനു മുമ്പേ എല്ലാരും പാപം ചെയ്യുന്നു. അതിനൊരു എന്താ പറയുക, അത് പാപമാണെന്ന് പോലും മനുഷ്യർക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. 9ാമത്തെ വാക്കോട്ട് പറയും, ഞാനൊരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇനി താഴേക്ക് വന്നിട്ട് 14ാമത്തെ വാക്കോട്ട് വായിക്കുകയാണ്. ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ന്യായപ്രമാണം ആത്മീയമാണ്. കാരണം ആ ന്യായപ്രമാണം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ജഡമാണ്. അല്ലെ നമ്മൾ ജഡമയനാണ്. നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ പാപത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് ഇങ്ങനെ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അല്ലെ പാപത്തിന് ദാസനായിരിക്കുന്നവനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല, പക്ഷെ പാപം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. പാപം ചെയ്യാനുള്ള ആ ത്വര അല്ലെ ആടത്തിന്റെ ആ DNA ഉള്ളത് കൊണ്ടാണ് അല്ലെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ഇനി 15ാമത്തെ വാക്കോട് പറയാം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നു. ഇനി ഈ വാക്ക് താഴേക്ക് വരുന്നത് ഒന്ന് നമ്മൾ സൂക്ഷിച്ച് വായിക്കുവാൻ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസത്തിലുള്ള വ്യക്തികളും ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വിശ്വാസത്തിലുള്ള വ്യക്തികൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നല്ലത് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെ അത് പാപം ചെയ്യരുത് എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചിലപ്പോഴെങ്കിലും പാപം ചെയ്തു പോവുകയാണ്. അതിനെപ്പറ്റിയാ പറയുന്നത് ഇവിടെ. ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരോട് ഭയങ്കര വലിയ പാപം ചെയ്യുന്ന കാര്യത്തെ പറ്റില്ല പറയുന്നത്. ചെന്ന് വ്യഭിചാരം ചെയ്യുന്ന അങ്ങനത്തെ കാര്യത്തെ പറ്റിയൊന്നുമല്ല അതിനെപ്പറ്റിയൊന്നുമല്ല പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണ്, മറ്റുള്ളവരോട് അസൂയ തോന്നരുത് എന്ന് ഒരു ആഗ്രഹമുണ്ട്. അല്ലെ എനിക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നരുത് അല്ലെ അങ്ങനെ അങ്ങനെ ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അസൂയ ഓട്ടോമാറ്റിക്കലി വന്നു പോകുക. ദേഷ്യപ്പെടരുത്, കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടരുത്, വീട്ടിൽ കിടന്ന് അലമുണ്ടാക്കരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്തു പോകുക അത് അല്ലെ. ചെയ്തു കഴിയുമ്പോൾ ദൈവമേ ഞാനത് ചെയ്തല്ലോ എന്നൊരു ഒരു 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 വെപ്രാളം മനുഷ്യർക്ക് അല്ലെ. അതിനെപ്പറ്റിയാ പറയുന്നത്. ഇനിയിവിടെ പറയുക, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്നു ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ ജഡത്തിന്റെ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ദൈവം പറയുന്നത്. രണ്ട് കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ 3 പാട്ടുകളാണെന്ന് മനസ്സിലാക്കുക. ഉള്ളിന്റെ ഉള്ളത് ആത്മാവ് അല്ലെ, രണ്ടാമത് ഉള്ളത് നമ്മുടെ പ്രാണൻ, പിന്നെ നമ്മുടെ ജഡം. അപ്പൊ ഈ പാപത്തിന്റെ മോഹങ്ങളെ പറ്റിയെല്ലാം പറയുന്നത് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡമാണ് അല്ലെ. ശരീരത്തെ പറ്റി അതില് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ജഡത്തിന്റെ മോഹങ്ങൾ, പാപം അല്ലെ, അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാപം നമ്മളെ പിന്നെയും ചെയ്യിപ്പിക്കാൻ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾ, അതിൻ്റെതായിട്ട് വരുന്ന ആ ഫ്ലഷ്ലി നേച്ചർ, അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നന്മ ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം വരുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിൽ നിന്നാണ്. കാരണം എൻ്റെ ആത്മാവ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇമേജിലാണ് അല്ലെ. ദൈവത്തെ പോലെയാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കുക. നമ്മൾ മരിച്ചുപോയിരുന്ന ആത്മാവിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ദൈവം ഒരു ബ്രാൻഡ് ന്യൂ ആത്മാവിനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോൺ അഗെയിൻ ആയിരിക്കുകയാണ്, നമ്മളെ ബോൺ അഗെയിൻ ആക്കിയിരിക്കുകയാണ്. പക്ഷെ
ഇപ്പോഴും എന്റെ ജഡം ഉള്ളത് ഈ ലോകത്തിലാണ്. ആടത്തിന്റെ ആ ഒരു സ്വഭാവത്തിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മള് പഴയ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പഴയ സ്വഭാവത്തെ നിങ്ങള് നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ക്രോസും എടുത്തോണ്ട് ഓരോ ദിവസവും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ഈ പാപത്തിന്റെ സ്വഭാവം നമ്മളെ പിന്നെയും ഇങ്ങനെ ഈ വന്നുകൊണ്ടിരിക്കും. പാപം ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. 16ാമത്തെ വാക്കുകൂടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. കാരണം ന്യായപ്രമാണം എന്നും എന്നോട് പറയുന്നത്, ന്യായപ്രമാണം ദൈവത്തിൽ നിന്നുള്ളതാണ് അല്ലെ. ന്യായപ്രമാണം ദൈവത്തിനുള്ള ഉദാഹരണമായിട്ട് പറഞ്ഞു 10 കൽപ്പനയ്ക്ക് എന്താ പറയുന്നത്, നീ മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിക്കാൻ പോകരുത്, മറ്റുള്ളവന്റെ കാര്യം എന്താ പറയുന്നത്, അടിച്ചു മാറ്റാൻ പോകരുത്, കട്ടെടുക്കാൻ പോകരുത് എന്നൊക്കെ പറയുന്നത് അതെല്ലാം ദൈവത്തിൽ നിന്നുള്ള കാര്യമാണ് അല്ലെ. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്നത്, അന്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിനുള്ള, അത് നല്ലതാണ്, ന്യായപ്രമാണം നല്ലതാണ്. പക്ഷെ പാപം അത് എന്നെ ന്യായപ്രമാണത്തിന് എതിരായിട്ട് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ന്യായപ്രമാണം അത് എല്ലാം ചെയ്യുന്നതിന് വേണ്ടി എന്നെ അനുവദിക്കുന്നില്ല അല്ലെ. ന്യായപ്രമാണം ചെയ്യുന്നതിന് വേണ്ടി അല്ല പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നതിന് വേണ്ടി എന്നെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ വാക്കുണ്ട്, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കുക ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര. ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തിനെ പറ്റിയാ. ആ പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള വ്യക്തി, ദൈവം സൃഷ്ടിച്ച വ്യക്തിയല്ല പാപം ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ പാപത്തിന്റെ ത്വര അല്ലെ, അത് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഉള്ള ഒരു പാപം ആണ് അത് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുക നന്മ ചെയ്തില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്ര പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്തു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാവം അത്രേ. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പ്രമാണത്തിൽ എന്നെ ബന്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനു അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പൊ ബുദ്ധി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ തിങ് ഈസ് ദാറ്റ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യരുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അയ്യോ, ഞാൻ എന്താണ്, ഞാനിങ്ങനെ ഒരു ഇങ്ങനെ അധപ്പതിച്ചതുപോലുള്ള ഒരു വ്യക്തിയായി തീർന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ ആയി തീർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അല്ലെ. എനിക്ക് ചെയ്യണം, നല്ലത് ചെയ്യണമെന്നുണ്ട്, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ആനന്ദിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഓർത്തിട്ട്. ദൈവത്തിന്റെ കൽപ്പന, ന്യായപ്രമാണം ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ കൽപ്പന ഞാൻ ആനന്ദിക്കുന്നു, അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നത് വേറെ കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, പോളിവിടെ പറയുവാണ്, രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ആ ഒരു ഇഷ്ടവും, ദൈവത്തിന്റെ പ്രമാണം ചെയ്യാനുള്ള ഇഷ്ടവും, ശരീരത്തിൽ നടക്കും ജഡത്തെപ്പറ്റി വന്ന അവയവങ്ങൾ. 23ാമത്തെ വാക്ക് പറയുന്നത്, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു അല്ലെ. ബുദ്ധിയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പാലിക്കുന്ന പ്രമാണം ദൈവത്തിന്റെ പ്രമാണം അല്ലെ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഫോളോ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനെയാണ്. അവിടെ ഒരു പ്രമാണം, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഒരു പ്രമാണം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തില്, നമ്മുടെ പാപത്തിന്റെ സ്വഭാവത്തില് അതിന് വേറൊരു പ്രമാണം അല്ലെ. അതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. രണ്ട് പ്രമാണങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിലുള്ള പ്രമാണം എന്ന് പറഞ്ഞാൽ, ഉള്ളില് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പാലിക്കുന്ന പ്രമാണം എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പ്രമാണം ദൈവത്തിന്റെ പ്രമാണമാണെങ്കിൽ, നമ്മളുടെ അവയവങ്ങളിൽ കാണുന്ന, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിൽ കാണുന്ന പ്രമാണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജഡം ഓപ്പറേറ്റ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്ന പ്രമാണം എന്ന് പറഞ്ഞാല് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ തന്നെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 25ാമത്തെ വാക്ക് പറയുന്നത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം
ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അല്ലെ? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം നമുക്ക് വലിയൊരു കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അത് ആരെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ചെയ്യണമെന്നുള്ള ഒരു വാഞ്ച, എനിക്ക് ദൈവത്തെ വാഴ്ത്തണമെന്ന വാഞ്ച, എന്റെ പ്രവർത്തി കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ വഴി കൊണ്ട് നടക്കണം എന്നുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹം. പക്ഷെ അതേ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്യുന്നു പോകുന്ന ഒരു അവസ്ഥ അല്ലെ? ആ പാപം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ദൈവം ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണല്ലോ എന്നുള്ളൊരു തോന്നല്. അതിനെപ്പറ്റി ദൈവം ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് മനുഷ്യനുണ്ട് എന്നുള്ളതിനെ പറ്റി ദൈവത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ കുരിശുമെടുത്തോളം നിങ്ങൾ എന്നെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ജഡത്തിൽ ഉള്ള ആ പാപത്തിന്റെ ആ ഒരു ഇതുണ്ട്, ആ നേച്ചർ അതിനെ നശിപ്പിച്ചു കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ പറയുവോ അതുകൊണ്ട് ഞാൻ ക്രിസ്തു 8ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ വായിക്കുന്നത് ഇങ്ങനെ പറയും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇപ്പൊ ദൈവം ഇവിടെ നമ്മളെ ആശ്വസിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം പറയും എനിക്ക് മനസ്സിലാവുന്നു, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു അല്ലെ? അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുയേശുവിലുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ കിങ് ജെയിംസ് വേർഷൻ, ന്യൂ കിങ് ജെയിംസ് വേർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ക്രിസ്തുയേശുവിലുള്ളവരും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവരും ആയിരിക്കുമ്പോൾ, ക്രിസ്തുയേശുവിലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളെല്ലാം ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളല്ല. അത് മനസ്സിലാക്കുക അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്, അത് വാസ്തവം. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മുടെ ഗ്യാരണ്ടി, നമ്മുടെ ഇറ്റേണിറ്റി ഗ്യാരണ്ടി. പക്ഷെ എല്ലാ വ്യക്തികളും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ എന്താ പറയുക സൗണ്ട് അനുസരിച്ച് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് ചെയ്യാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളല്ല അല്ലെ? അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുയേശുവിൽ ഉള്ളവർക്കും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടും, ക്രിസ്തുയേശുവിലായിരിക്കുകയും അതോടൊപ്പം ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ശിക്ഷാവിധി ഇനിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്കോ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ് എന്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യരുതെന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്ന കാര്യങ്ങൾ പലതും ചെയ്യുകയും ചെയ്തതിന് വരുന്നതിന്റെ കാര്യം അതാണ് അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുക ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പ്രമാണം, ദൈവത്തിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ക്രിസ്തുയേശുവിലായിരിക്കുന്ന വ്യക്തികള് ദൈവം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ക്രിസ്തുയേശുവിലായിരിക്കുന്ന വ്യക്തികള്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളുടെ ജീവിതം കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഹോളി സ്പിരിറ്റ് പറയുന്നത് കേട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തികള് പിന്നെ ആ പാപത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകാതിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു കണ്ടംനേഷൻ ഇല്ല, ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞിരിക്കുക. ജഡത്താലുള്ള ബലഹീന ജഡത്താൽ ഇനി എന്താണ് യേശുക്രിസ്തു ചെയ്തത് എന്നുള്ളതിനെ പറ്റി താഴേക്ക് പറയുകയാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കും നമ്മൾ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാക്കേണ്ടതിന് തന്നെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുക ജഡത്താൽ സാധിക്കാതിരുന്നത് നമ്മള് ന്യായപ്രമാണം ദൈവത്തിൽ നിന്നുള്ളതാണ്, സ്പിരിച്വലാണ്. നമ്മൾ വായിച്ച 14ാമത്തെ വാക്ക് റോമറിന്റെ 7:14 വായിച്ചാൽ ന്യായപ്രമാണം സ്പിരിച്വൽ ദൈവത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജഡത്തിൽ നിന്നുകൊണ്ട് ആ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജഡത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ന്യായപ്രമാണത്തെ കംപ്ലീറ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് അല്ലെ അത് നമുക്ക് റൈച്ചസ് ആകാൻ സാധിക്കുമായിരുന്നില്ല. ന്യായപ്രമാണം ഒരു വ്യക്തിയെയും റൈച്ചസ് ആക്കുന്നില്ല, സാൽവേഷനിലേക്ക് നയിക്കുന്നില്ല. അത് പാപമുണ്ട് എന്ന് കാണിച്ചു തരുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ദൈവം ഇവിടെ ഒരു കാര്യം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ന്യായപ്രമാണത്തിന് ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന കാലത്ത് സ്വന്തം മകനെ ഈ ലോകത്തിലേക്ക് വിട്ടിട്ട് അല്ലെ ജഡത്തിന്റെ സദൃശ്യത്തിലായാലും മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് അത് എന്താ പറയാ ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തി എന്ന് പറഞ്ഞിരിക്കും. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അല്ലെ? പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു ജഡത്തിൽ തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തിൽ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനായിരുന്നു.
പറഞ്ഞിരിക്കുന്നു. മനുഷ്യരായിരുന്നു ഇപ്പോ യേശുവിനല്ല ബാക്കി സകല മനുഷ്യർക്ക് വീക്ക്നെസ് ആയിരുന്നു അല്ലെ. പാവം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാലും പാവം ചെയ്തു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ യേശുക്രിസ്തു ജഡത്തിലായിരുന്നെങ്കിൽ പോലും, മനുഷ്യന്റെ രൂപത്തിലായിരുന്നെങ്കിൽ പോലും അല്ലെ, ജഡം എന്ന് പറയും ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റിയല്ല പറഞ്ഞത്, മനുഷ്യന്റെ രൂപത്തിലായിരുന്നെങ്കിൽ പോലും അല്ലെ, പാപം ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജഡത്തിൽ നിന്നുകൊണ്ട് തന്നെ, മനുഷ്യൻ രൂപത്തിൽ നിന്നുകൊണ്ട് പാപത്തെ യേശുക്രിസ്തു തോൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രോസ് ഓഫ് കാൽവരി നമ്മൾക്ക് വേണ്ടി പാപമായി തീർന്നതാണ്. പക്ഷെ പാപം തന്റെ പാപത്തിന് വേണ്ടിയല്ല യേശുക്രിസ്തു മരിച്ചിരിക്കുന്നത് അല്ലെ. നാലാമത്തെ വാക്ക് പറയാം, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് വേണ്ടി തന്നെ. അപ്പൊ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരി മരിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികള് എന്താ പറയുക, ന്യായപ്രമാണം മൊത്തം യേശുക്രിസ്തു വഴി ചെയ്യുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ന്യായപ്രമാണം സകലതും നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശുവിൽ നമ്മൾ വിശ്വസിക്കുകയോ ചെയ്യുമ്പോൾ ആ ന്യായപ്രമാണം ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളും ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശ്വസിച്ചാൽ മതി, കാരണം യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു റൈച്ചസ്നെസ് നമുക്ക് കിട്ടിയിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ വാക്കുണ്ട്, ജഡസ്വഭാവമുള്ളവർ ഉള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനവും തന്നെ. ഇനിയിപ്പോ ജഡസ്വഭാവത്തില് ഇനി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ വ്യക്തിനെ ഓരോ ദിവസവും ഓരോ നിമിഷവും അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവിന്റെ അറിവിന് കൊണ്ട് അതിനെ പുതിയ മനുഷ്യനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. കൊളോസ്യർക്കെതിരേക്ക് 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ സൃഷ്ടാവിന്റെ അറിവുകൊണ്ട് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം കൊടുക്കുക അല്ലെ. ദൈവത്തിന്റെ വചനമാണ് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭക്ഷണം. അപ്പൊ അത് ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തി അല്ല, അത് വളർത്തിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇനി ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ കുറച്ചുകൂടെ ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ, എന്ന് വെച്ചാൽ മോശപ്പെട്ട രീതിയിൽ പാപത്തിൽ പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ വാക്കുണ്ട്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. ജഡം നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജഡത്തിന്റെ സ്വഭാവം നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജഡത്തിന്റെ സ്വഭാവം ദൈവത്തിന് എതിരാണ്. ജഡത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കാർണൽ നേച്ചറിൽ എന്ത് ചെയ്താലും അത് പാപമായി തീരുക തന്നെ ചെയ്യും. ദൈവത്തിന് എതിരാണ് പാപം അല്ലെ. 8-ാമത്തെ വാക്കോട്ട്, നരസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നുവരികൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ അവനുള്ളതല്ല. അല്ല, ഇപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവര് അല്ല, യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, അതായത് ഹോളി സ്പിരിറ്റ് ഗോഡ് ഉള്ള വ്യക്തികള് ജഡത്തിലുള്ള വ്യക്തികളല്ല. അവര് ദൈവത്തിന്റെ മക്കളാണ് അല്ലെ എന്ന് പറയുമ്പോ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലാത്തവർ ദൈവത്തിൻ്റെതല്ല എന്ന് പറഞ്ഞിരിക്കുക. 10-ാമത്തെ വാക്കുണ്ട്, ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവിന് നീതി നിമിത്തം ജീവനാകുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അത് പാപം നിമിത്തം അത് നശിച്ചു പോകേണ്ടതാണ് അല്ലെ. കാര്യം വെച്ചാൽ ശരീരത്തില് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ ഇപ്പോഴും പാപത്തിന്റെ മരണത്തിന്റെയാണ്. പക്ഷെ നമ്മുടെ ആത്മാവിന് ജീവനാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമുക്ക് ജീവൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ മനുഷ്യൻ പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന വ്യക്തി പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ. പക്ഷെ ശരീരം അത് നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. 11-ാമത്തെ വാക്കോട്ട് 14 വരെ പെട്ടെന്ന് വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരത്തെയും ജീവിപ്പിക്കും അല്ലെ. ഇന്ന് നമ്മളുടെ മർത്ത ശരീരം എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പാപത്തിന്റെ ആ ഒരു ലോ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നശിച്ചു പോകുന്ന ഈ ശരീരത്തെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് തരുന്ന ഒരു സമയം വരുന്നു. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുക. ആകയാൽ സഹോദരന്മാർ, 12-ാമത്തെ വാക്കുണ്ട്, സഹോദരന്മാർ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിലല്ല
കടക്കാരാകുന്നത്. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുക. ദൈവാത്മാവിനാൽ നടക്കുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പൊ ഇങ്ങനെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെ, നിങ്ങൾക്ക് പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, നിങ്ങൾക്ക് മോശപ്പെട്ട രീതിയിൽ ജീവിക്കണം ആഗ്രഹമില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ഹാപ്പൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജഡമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ശരീരം ഇപ്പോഴും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജഡത്തിലാണ് അങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. ആ ജഡത്തിൽ പിന്നെ 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 നമ്മൾ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ മരണത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകാതെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കുന്ന വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുക. നമുക്കപ്പോ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അസൂയ വേണ്ട എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ പക്ഷെ അസൂയ കാണിക്കുന്നു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ദേഷ്യപ്പെടേണ്ട, ഇറിറ്റേഷൻ വേണ്ട എന്നൊക്കെ നമ്മള് അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ, അതൊന്നും വേണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ, പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുന്നു എന്നെങ്കിൽ അത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ പിന്നെ ഇവിടെ ഉള്ളില് ജഡമുണ്ട്, നമ്മുടെ ജഡത്തിന് സ്വഭാവമുണ്ടെന്ന് കാണിക്കുന്നത്. അപ്പൊ അതിനെ നശിപ്പിച്ചു കളയുക, അല്ലെ. ദൈവത്തിന്റെ വചനത്തിൽ കൂടുതലായിരിക്കും, ദൈവത്തെ ആശ്രയിക്കുക, യേശുക്രിസ്തുവിനെ ആശ്രയിക്കുക, വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും, അവന്റെ മുഖത്തേക്ക് നോക്കുക, യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, അല്ലെ. അപ്പൊ അത് മാത്രമാണ് മാർഗം. നമ്മള് വചനം കൂടുതൽ വായിക്കുമ്പോ യേശുവിനെ ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് റിവീൽ ചെയ്ത് വരുമ്പോ, യേശുവുമായിട്ട് നമ്മൾ സ്നേഹബന്ധത്തിലായിരിക്കുമ്പോ പിന്നെ നമ്മുടെ പാപത്തിന്റെ സ്വഭാവം പയ്യെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാകരുത് എന്ന് ദൈവം പറഞ്ഞു. കാരണം ദൈവത്തിന് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെ. യേശു ക്രിസ്തുവിനെ പോലെ നമ്മളായിരിക്കണമെന്ന് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പം കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്ദി കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു കർത്താവ്. അങ്ങനെ പോലെ ദൈവമില്ല, അങ്ങനെ സ്നേഹം പോലെ സ്നേഹവുമില്ല കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾ പാപികളായിട്ട് ഞങ്ങൾ തേടിയെത്തിയ സ്നേഹം കർത്താവ് പാർക്കാൻ ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവ്. ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ കർത്താവ് ഇനി ആയിരിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിന്റെ നാമത്തിനാമേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന യേശുവിന്റെ നാമത്തിനാമേ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മാത്രമാണ്.